ഗൈസ്, വെൽക്കം മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സൺഡേ ആണ്. അപ്പോൾ ഇന്നൊക്കെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ എന്താണെന്ന് വെച്ചാൽ കുറച്ച് ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ കറി എങ്ങനെ വെക്കുന്നത് നമുക്ക് കാണാം. നമ്മുടെ വീട്ടിൽ ബാക്കിൽ ചെറിയൊരു സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ അവിടെ ചിക്കൻ കറി വെക്കാൻ പോകണം കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, എന്താ കല്ലൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇതാ ഓലയൊക്കെ വെച്ചിട്ട് നമുക്കത് കൊളുത്തിയിട്ട് നമുക്ക് മെല്ലെ ഒന്ന് തീ പിടിപ്പിച്ചിട്ട് നമുക്ക് ചട്ടിയൊക്കെ വെച്ച് നമുക്ക് റെഡിയാക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ട് പിടിച്ചിട്ട് വരുന്നുണ്ട്. നമുക്ക് മെല്ലെ ചട്ടി ഒന്ന് വെച്ച് കൊടുക്കാം. ചട്ടി ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ നമുക്ക് ആദ്യം കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ അങ്ങോട്ട് ചൂടായിട്ട് അങ്ങോട്ട് വരട്ടെ. ഉള്ളി അങ്ങോട്ട് തട്ടിക്കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളി ഇട്ട് അതിന് കുറച്ച് പച്ചമുളക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. നല്ല കാറ്റുണ്ട്, തീയൊക്കെ ചെറുതായിട്ട് കത്തുന്നുള്ളൂ, എന്നാലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളി ഒന്ന് വണങ്ങണത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. കുറച്ച് ഉള്ളി ഒന്ന് വണക്കുമ്പോൾ കുറച്ച് ചെറുതായിട്ടൊന്ന് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ബാക്കി നമുക്ക് പിന്നെ ഇടാം. ഇപ്പം ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കുക ഉപ്പ്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഉള്ളി കൊണ്ട് നന്നായിട്ടൊന്ന് വണക്കണേ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക, കരിയാൻ പാടില്ല. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ വണങ്ങി വന്നിട്ടുണ്ട്, ബ്രൗൺ കളറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തായിട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടിട്ട് നന്നായിട്ടാണ്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ അങ്ങനെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ട് എന്താ ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ട്, അതിൻ്റെ ഇടയിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അങ്ങോട്ട് ഇളക്കുക. അത് നന്നായിട്ടൊന്ന് മിക്സ് ആണ് വരേണ്ട ഇളക്കുക കേട്ടോ. അപ്പോൾ ഗൈസ്, കുറച്ച് കറിവേപ്പില കണ്ടിട്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് മുളക് പൊടി കണ്ടിടാം. അത് കഴിഞ്ഞിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. അത് കഴിഞ്ഞ് കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അളവിനാണ് എല്ലാതും, ഒന്നും കൂടുതലാവരുത്. അത് കഴിഞ്ഞ് കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുക്കുക. ചിക്കൻ മസാല അളവിനിടുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇടുക. കുറച്ച് കാശ്മീരി ചില്ലി കൊണ്ട് കുറച്ച് ലൈറ്റായിട്ടൊന്ന് തട്ടി കൊടുക്കുക. അത് കഴിഞ്ഞിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ആവണ വരെ നന്നായിട്ടൊന്ന് ഇളക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ ഒന്ന് വണങ്ങി കഴിഞ്ഞാൽ ഒന്നെല്ലാം എല്ലാം ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് നമുക്ക് കഴുകിയ ചിക്കൻ ഒന്നിട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം.
നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ട് ഇതേപോലെ ഒന്ന് സെറ്റായതിനു ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ച് അളവിന് കൂടുതലാവുണ്ട്, ഒരളവിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ കുറച്ച് അളവിന് വേണ്ടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരളവിനൊന്ന് ഉപ്പ് ഇട്ട് കൊടുക്കുക, എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഗൈസ്, അപ്പോൾ നമുക്ക് കുറച്ച് നേരമായി. അപ്പോൾ ഒന്ന് തിളച്ചൊന്ന് നോക്കാം, ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അതിൻ്റെ കുറച്ച് മല്ലിയില ഒന്ന് മേലൊന്ന് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ആക്കിയിട്ട് ഇളക്കാം കേട്ടോ. ഏകദേശം ആയിട്ടുണ്ട് നമ്മുടെ ചിക്കൻ കറി, ചെറുതായിട്ടൊന്ന് ആയിട്ടുണ്ട്. എന്നിട്ടൊന്ന് കുറച്ചൊന്ന് മൂടി വയ്ക്കുക, കുറച്ച് നേരത്തേക്കൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. ഇപ്പോൾ ഗൈസ് ആവാറായിട്ടുണ്ട് തോന്നുന്നു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ. ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ആഹാ, സൂപ്പറായിട്ടുണ്ട്. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഏകദേശം ആയി. ഓക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. നമുക്ക് ചെറിയത് ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് ഇലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് നമുക്ക് ഇത് കുറച്ച് ഇലയിലോട്ട് മാറ്റാം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇതാ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ചൂടുണ്ട്, സൂപ്പറായിട്ടുണ്ട്. അപ്പം നിങ്ങളും വീട്ടിലൊക്കെ ചെയ്ത് നോക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ വീഡിയോ ഒക്കെ ഒന്ന് ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ് അടിക്കുക, ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ടാറ്റാ, ബൈ.